ഈ ഒരു കൈ കൊണ്ട് തലോടി മറുകൈ കൊണ്ട് അടിക്കുന്ന ഈ ട്രംപിന്റെ നിമിഷ നേരം കൊണ്ട് മാറുന്ന സ്വഭാവം ഇന്ത്യക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിയെയും ഇന്ത്യയും ചേർത്ത് നിർത്തിയ ട്രംപ് മണിക്കൂറുകൾ കഴിഞ്ഞു US IT കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ IT കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ട്രംപ് ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് പിന്നീട് കേട്ടത്. ഇപ്പോഴത്തെ ട്രംപ് മറ്റൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ഇന്നലെ റഷ്യയ്ക്ക് മേൽ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമോ എന്ന് ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതെ, ഞാൻ അത് ചെയ്യും എന്നാണ് ട്രംപ് പറഞ്ഞത്. ന്യൂയോർക്കിലെ US ഓപ്പണിനായി പുറപ്പെടുന്നതിന് മുൻപ് വൈറ്റ് ഹൗസിന് പുറത്ത് വെച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിനാണ് ട്രംപിന്റെ ഈ മറുപടി. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ഉൾപ്പെടെ നടപടി എടുക്കാനാണ് ഇപ്പോൾ നീക്കം. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ പണി വരുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും മേലായിരിക്കും. താൻ മധ്യസ്ഥത വഹിച്ചിട്ടും യുക്രൈനു മേലുള്ള ആക്രമണം നിർത്താൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തയ്യാറാകാത്തതിന്റെ അമർഷത്തിലാണ് ഇപ്പോൾ ട്രംപ്. അതെല്ലാം അനുഭവിക്കേണ്ടത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളും. ദേഷ്യം വന്നാൽ വഴിയിൽ പോകുന്നവനെയും അടിക്കുമെന്ന ഒരു മട്ടാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. ഏതായാലും ഒരു ഇത്തിരി സ്നേഹം വായ് കൊണ്ട് ഇന്ത്യക്ക് നൽകിയ ട്രംപിന് മോദി അളവറ്റ സ്നേഹം കുറിച്ചിട്ടുമുണ്ട്. ഇനി ഇങ്ങോട്ട് പണി തരാനിരിക്കുന്ന ട്രംപിന് അതിലും അളവറ്റ പണി തന്നെ കൊടുക്കാനാണ് ഇന്ത്യയുടെ തീരുമാനവും. പ്രതികാര ചുങ്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ ഇതിനെ നേരിടുന്നതിന്റെ ഭാഗമായി ബ്രിക്സ് രാജ്യങ്ങളുടെ വെർച്വൽ ഉച്ചകോടി ഇന്ന് നടക്കും. ഇതാണ് ഇന്ത്യ തിരിച്ചു കൊടുക്കുന്ന പണി. മാത്രമല്ല, വ്യാപാര കരാർ ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർമാർ ഇന്ന് ദില്ലിയിലെത്തും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ജനുവരിയിൽ ഒപ്പുവെക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചർച്ചകൾ വിജയിച്ചാൽ യൂറോപ്യൻ നേതാക്കളെ റിപ്പബ്ലിക് ദിന അതിഥികളായി ക്ഷണിക്കുകയും ചെയ്യും. ഇന്നത്തെ ചർച്ചകൾ വളരെ നിർണായകമാണ്. ബ്രസീൽ പ്രസിഡന്റ് ലുല ദ സിൽവയാണ് ബ്രിക്സ് വെർച്വൽ യോഗം വിളിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ന് പങ്കെടുക്കും. സംഘടന സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു നേതാക്കളുടെ പേരുകൾ ബ്രസീൽ പരസ്യമാക്കിയിട്ടില്ല. അതേസമയം റഷ്യക്കെതിരെ തീരുവ വർധനവിന് തയ്യാറാണെന്നും യൂറോപ്യൻ യൂണിയൻ സുഹൃത്തുക്കൾ തങ്ങളെ പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകളെല്ലാം വളരെ നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വ്യാപാര കരാർ ചർച്ചകൾക്കായി ദില്ലിയിൽ എത്തുന്ന യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർമാരുടെ തീരുമാനം വളരെ നിർണായകമാണ്. ഏതായാലും ഇപ്പോൾ തന്നെ ട്രംപ് എടുത്ത നടപടികൾ ഇന്ത്യയെ അമേരിക്കയിൽ നിന്നും വളരെയധികം അകറ്റിയിട്ടുണ്ട്. ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള സൗഹൃദത്തിനും വളരെയധികം പോറലേറ്റിട്ടുണ്ട്. ഇന്ത്യക്ക് മേൽ കൂടുതൽ നടപടിക്ക് ട്രംപ് മുതിരുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് മേൽ മാത്രമായേക്കും അടുത്ത നടപടിയെന്നും എന്നാൽ ചിലർ വിലയിരുത്തുന്നുണ്ട്. എണ്ണ വിൽപ്പന വഴി റഷ്യ നേടുന്ന വരുമാനം തകർത്ത് പുടിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം. ഇപ്പോൾ തന്നെയുള്ള ഉപരോധങ്ങൾ റഷ്യയുടെ കയറ്റുമതി വരുമാനത്തെയും പുടിൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയും സാരമായി ഉലച്ചിട്ടുണ്ട്. അതേസമയം സമ്മർദ്ദങ്ങൾക്കിടയിലും യുക്രൈനുമേലുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് പുടിൻ. യുക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധ കേന്ദ്രങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയവ ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് റഷ്യ തകർത്തത്. റഷ്യ സമീപകാലത്ത് യുക്രൈനുമേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം കൂടിയാണ് ഇത്. അതേസമയം മറ്റു രാജ്യങ്ങളെ തീരുവ കൊണ്ട് സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപ് സ്വന്തം രാജ്യത്തെ കോടതിയിൽ നിന്ന് ഏറ്റ കടുത്ത പരിഭ്രാന്തിയിലുമാണ്. ട്രംപ് ഇന്ത്യക്കുമേൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച തീരുവകൾ നിയമവിരുദ്ധവും ഇല്ലാത്ത അധികാര പ്രയോഗവുമാണെന്ന് ഇതിനകം 2 കോടതികളും വിധിച്ചു കഴിഞ്ഞു. എങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനായി ഒക്ടോബർ 14 വരെ വിധി മരവിപ്പിച്ച സ്ഥിതിക്ക് തീരുവകൾ ചുമത്തുന്നത് തുടരും എന്നാണ് സൂചന. എന്നാൽ സുപ്രീം കോടതിയിലും തോറ്റാൽ രണ്ടാം ട്രംപ് ഭരണകൂടം വാങ്ങിക്കൂട്ടിയ തീരുവകളെല്ലാം അതാത് രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത് 13 ലക്ഷം കോടിയിലധികം വരുമെന്നാണ് കണക്ക്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്ന കണക്കാകട്ടെ ഇതിലും 10 മടങ്ങ് അധികമാണ്. 750 ബില്യൺ മുതൽ 1 ട്രില്യൺ വരെയാണ് വരുമാനം നഷ്ടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ എന്നാൽ ട്രംപ് നടത്തുന്നുമുണ്ട്. തീരുവകൾ അസാധുവാക്കിയാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകരുമെന്നും 3ാം ലോക രാജ്യമായി മാറുമെന്നും ട്രംപ് കോടതിയോട് പറഞ്ഞു കഴിഞ്ഞു. അതേസമയം കോടതിയിൽ തോറ്റാൽ പ്ലാൻ B പ്രയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. നിലവിൽ 50% വരെ തീരുവയാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് മേലായി ചുമത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയിലും പ്രതികൂല വിധി ഉണ്ടായാൽ ഇത് വെറും 15% താഴും. ഈ സാഹചര്യം ഉണ്ടായാൽ 1930-ലെ
സ്മൂത്ത് ഹോളി താരിഫ് ആക്ടിലെ സെഷൻ 338 പ്രയോഗിക്കാനാണ് നീക്കം. മറ്റു രാജ്യങ്ങൾക്കുമേൽ 5 മാസത്തേക്ക് മാത്രം 50% തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ചട്ടമാണ് ഇത്. അതേസമയം ഇന്ത്യക്ക് മേൽ കൂടുതൽ നടപടി ട്രംപ് ഒരുങ്ങിയാൽ അത് ഇനി ബാധിക്കുക US-ലുള്ള ഇന്ത്യക്കാരെ കൂടിയായിരിക്കും. US-ൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കുമേലും താരിഫിന് സമാനമായ നടപടിയെടുക്കുമെന്നാണ് ചില ട്രംപ് അനുകൂലികൾ ആവശ്യപ്പെടുന്നത്. H-1B വിസയിലും മറ്റും US-ൽ എത്തിയവർക്കാണ് ഈ തലവേദന. എന്നാൽ രാജ്യാന്തര തലത്തിൽ നിന്നും പ്രതികൂല കാറ്റാണ് വീശുന്നതെങ്കിലും പതറാതെ മുന്നേറാനുള്ള ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ വിപണി.